PV അൻവറിന്റെ വീട്ടിൽ ED റെയ്ഡ്. ഒതായിലെ അൻവറിന്റെ വീട്ടിലാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന നടക്കുന്നത്. ജംഷീർ കൊടഞ്ഞി വിശദാംശങ്ങൾ നൽകും. ജംഷീർ, എന്തിനാണ് അൻവറിന്റെ വീട്ടിൽ ED എത്തിയത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതിൽ എന്തെങ്കിലും സൂചനകൾ നമുക്ക് ലഭിക്കുന്നുണ്ടോ? എപ്പോഴാണ് ഉദ്യോഗസ്ഥർ എത്തിയത്? എന്താണ് ഈ പരിശോധനയുടെ സാഹചര്യം? അതായത് ഈ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഈ വിജിലൻസിന്റെ ഒരു പരിശോധന ഈ അൻവറിന്റെ പാർക്കിൽ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ EDയുടെ റെയ്ഡ് അദ്ദേഹത്തിന്റെ വീട്ടിലേക്കും വരുന്നൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. ഇന്ന് രാവിലെ ഏതാണ്ട് 7 മണിയോടെയാണ് 5 ഇന്നോവയിൽ അടങ്ങിയ സംഘം PV അൻവറിന്റെ ഒതായിലെ വീട്ടിലേക്ക് വരുന്നതും പരിശോധന ആരംഭിക്കുന്നുള്ളതാണ്. മാത്രമല്ല, ഇപ്പോൾ അദ്ദേഹത്തിന്റെ വീടിന്റെ ഗേറ്റ് അടച്ചിരിക്കുന്നു. ഇനി വീട്ടിനകത്തേക്ക് ആരെയും കയറ്റുന്നില്ല എന്നുള്ളതാണ്. ആയുധാരികളായ ഉദ്യോഗസ്ഥർ അവിടെ ഗേറ്റിന് സമീപം നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. KFCയിൽ നിന്ന് 12 കോടി വായ്പ എടുത്ത ഒരു കേസ് നിലനിൽക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് വിജിലൻസിന്റെ പരിശോധന കഴിഞ്ഞ കുറച്ച് അധികം നാളുകളായി നടക്കുന്നുണ്ട്. പല ഇടങ്ങളിലും അത്തരത്തിലുള്ള പരിശോധനകൾ നടക്കുന്നുണ്ടായിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ടാണോ ഇപ്പോൾ ഈ ED റെയ്ഡ് നടക്കുന്നത് എന്നുള്ളൊരു സൂചനയാണ് പുറത്തു വരുന്നത്. ഈ 7 മണിയോട് കൂടിയാണ് ഈ സംഘം ഇവിടെ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും അതിന്റെ കൂടുതൽ വിവരങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ലഭിക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വീട്ടിലുണ്ടോ? അൻവർ വീട്ടിലുണ്ട് എന്നുള്ള വിവരം തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. പക്ഷെ നമുക്ക് ഇപ്പോൾ നിലവിൽ അവരുമായി ഫോണിൽ ബന്ധപ്പെടാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ മറ്റു ആളുകളിൽ നിന്ന് ലഭിക്കുന്ന വിവരം അനുസരിച്ചാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. അതായത് അദ്ദേഹം വീട്ടിലുണ്ട്. പുലർച്ചെ ഏതാണ്ട് രാവിലെ 7 മണിയോട് കൂടി തന്നെയാണ് ഈ സംഘം എത്തിയത്. ഇന്നോവയിൽ എത്തി, അതായത് 5 വാഹനങ്ങളിലായി എത്തിയ സംഘമാണ്. ED സംഘമാണ് ഇപ്പോൾ ഇവിടെ പരിശോധന നടത്തുന്നത്. എന്തെല്ലാം പരിശോധനകളാണ് നടക്കുന്നത്, അല്ലെങ്കിൽ എന്തെല്ലാം വിവരങ്ങൾ ശേഖരിക്കുന്നത് സംബന്ധിച്ച് ഒരു വ്യക്തത ഇപ്പോൾ വന്നിട്ടില്ല. നേരത്തെ ഉണ്ടായിരുന്ന ഈ KFCയിൽ നിന്ന് 12 കോടി വായ്പ എടുത്തതുമായി ബന്ധപ്പെട്ട കേസ്, ആ കേസുമായി ബന്ധപ്പെട്ടാണ് പരിശോധന എന്നുള്ളൊരു സൂചനയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഈ മലപ്പുറം KFCയുടെ ബ്രാഞ്ചിലും അതോടൊപ്പം തന്നെ ഈ PV അൻവറിന്റെ മറ്റു ഇടങ്ങളിലൊക്കെ തന്നെ പരിശോധന നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ ഇപ്പം ഏതാണ്ട് ഒരാഴ്ച മുൻപ് അദ്ദേഹത്തിന്റെ മഞ്ചേരിയിലെ പാർക്കിലടക്കം പരിശോധന നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടായിരിക്കാം ഇപ്പോൾ ED റെയ്ഡ് എന്നുള്ളൊരു സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. ഏതായാലും ED സംഘം ഇപ്പോൾ അവിടെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും അൻവറിനെ പോലെയുള്ള ഒരു വ്യവസായി കൂടിയ രാഷ്ട്രീയക്കാരന്റെ വീട്ടിലേക്ക് ED എത്തുമ്പോൾ ഏത് കേസ് എന്ന കാര്യത്തിൽ വലിയ കൺഫ്യൂഷൻ ഉണ്ടാകും. അദ്ദേഹത്തിന്റെ ഈ വായ്പ എടുത്ത കേസുകൾ ഉണ്ടാകാം, അദ്ദേഹത്തിന്റെ പാർക്കുമായി ബന്ധപ്പെട്ട കേസുകൾ ഉണ്ടാകും, അദ്ദേഹത്തിനെതിരെയുള്ള സ്വർണ്ണക്കടത്ത് ആരോപണങ്ങൾ ഉണ്ടാകും. എല്ലാറ്റിനപ്പുറത്തേക്ക് അദ്ദേഹം ആഫ്രിക്കയിൽ സ്വർണ്ണഖനിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ. അപ്പോൾ ഏത് കാര്യത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന എന്നുള്ള കാര്യമാണ് വ്യക്തമാകേണ്ടത്. നേരത്തെ വിജിലൻസ് പരിശോധന ഉണ്ടായിരുന്നു വായ്പ എടുത്ത കേസുമായി ബന്ധപ്പെട്ടപ്പോൾ. അതിൽ തന്നെയുള്ള തുടർ പരിശോധനയാണോ ED ഏറ്റെടുത്തതാണോ എന്നുള്ള കാര്യത്തിലും വ്യക്തതയില്ല. എന്തായാലും അല്പസമയത്തിനകം ആ വിവരങ്ങളിലേക്ക് തന്നെ വരാം. ഒതായിലെ വീട്ടിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. 7 മണിയോടുകൂടെ തന്നെ ED സംഘം 5 ഇന്നോവകളായെന്ന് തന്നെ പറഞ്ഞത് അല്ലെ, 5 ഇന്നോവകളായി അവിടെ എത്തിയിരിക്കുന്നു. അവിടെ പരിശോധന തുടരുകയാണ്. ഈ സമയത്ത് PV അൻവർ വീടിനകത്തുണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് ലഭിക്കുന്നത്. പക്ഷേ ഇതിൽ കൃത്യമായി ഇനി അറിയേണ്ടത് ഏത് കേസുമായി ബന്ധപ്പെട്ട് ഏത് പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ പരിശോധന എന്നുള്ളത് തന്നെയാണ്. LDF വിട്ടതിന് പിന്നാലെ തന്നെ വിജിലൻസ് അദ്ദേഹത്തിനെതിരെയുള്ള പല കേസുകളും അന്വേഷണം തുടങ്ങിയിരുന്നതാണ്. ഇപ്പോൾ ED കൂടി രംഗത്തെത്തുന്നതിന്റെ ഒരു സാഹചര്യമാണ് നമുക്ക് വിശദമായി അറിയേണ്ടത്. ഏത് കേസിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അദ്ദേഹത്തിനെതിരെ കുരുക്കുമുറുക്കാൻ പാകത്തിൽ ഏത് കേസാണ് ഇപ്പോഴുള്ളത്? ഒതായിലെ വീട്ടിൽ പരിശോധന നടത്തുന്നത് ഏത് കേസുമായി ബന്ധപ്പെട്ട രേഖകൾ കണ്ടെടുക്കാൻ വേണ്ടിയാണ്? ഇതിനോട് അൻവർ പൂർണ്ണമായും സഹകരിക്കുന്നുണ്ടോ, അൻവർ വീട്ടിലുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ. ബെൽത്തങ്ങാടി ക്വാറി യൂണിറ്റുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക ഇടപാടിൽ അൻവറിനെ ED ചോദ്യം ചെയ്തിരുന്നു. അത് 2023 കൊച്ചിയിലെ ED ഓഫീസിൽ അൻവറിനെ 9 മണിക്കൂറിലധികം വന്ന് ചോദ്യം ചെയ്തിരുന്നു. ഇനി അതിന്റെ തുടർ നടപടികളാണോ എന്നുള്ള കാര്യത്തിലുമാണ് അതിന്റെ വ്യക്തത വരേണ്ടത്. അതോ പുതിയ പരാതിയുടെയോ പുതിയ കേസിന്റെ അടിസ്ഥാനത്തിലാണോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരണം. എന്നാൽ താമസിയാതെ നമുക്ക് ജംഷീറിലേക്ക് തന്നെ മടങ്ങി കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു.